ശൈത്താൻ പ്രവാചകന്മാരുടെ മുന്നിൽ പോയി എപ്പോഴും ചിരിക്കുകയാണോ? ആദം നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ പോയി, നോഹ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ പോയി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ പോയി. ഇങ്ങനെ പ്രവാചകന്മാരുടെ മുന്നിൽ പോയി ശൈത്താൻ ചിരിക്കുന്നു. അവസാനം അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോൾ ശൈത്താൻ ചിരിക്കുകയാണോ? അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, നീ എപ്പോഴും ചിരിക്കുകയാണല്ലോ, എപ്പോഴും കാണുമ്പോൾ ചിരിക്കുകയാണല്ലോ, നീ കരഞ്ഞതായ സമയമുണ്ടോ? എപ്പോഴെങ്കിലും നിന്റെ ജീവിതത്തിൽ കരഞ്ഞിട്ടുണ്ടോ എന്ന് ശൈത്താനിനോട് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, 4 അവസരത്തിൽ കരഞ്ഞു പോയിട്ടുണ്ട് നബിയേ, 4 അവസരത്തിൽ കരഞ്ഞു പോയിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഏതൊക്കെയാണ് ആ 4 അവസരം ഒന്ന് പറഞ്ഞു തരുമോ? അവിടുന്ന് ശൈത്താൻ പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഒന്നാമതായിട്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചപ്പോൾ ഞാൻ കരഞ്ഞുപോയി. ആദം നബിയോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ സുജൂദ് ചെയ്തില്ല. അല്ലാഹു എന്നോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു. അവിടുന്ന് എല്ലാ ഇൽമുകളും പറഞ്ഞു കൊടുത്തു, എല്ലാ ഇൽമുകളും പഠിപ്പിച്ചു കൊടുത്തു. മുഴുവൻ മലായികത്തോടും സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സുജൂദ് ചെയ്യാൻ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു. ഇല്ലാ വസ്തക്ബറ ഇല്ലാ ഇബ്ലീസ, ഇബ്ലീസിനോട് പറഞ്ഞപ്പോൾ ഇബ്ലീസ് ശൈത്താൻ പറയുകയാണ്, ആദമിനെ നീ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്, എന്നെ നീ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്, അതുകൊണ്ട് എനിക്കാണ് പവർ കൂടുതൽ, എനിക്കാണ് പവർ കൂടുതൽ, അതുകൊണ്ട് ഞാൻ ആദമിന് സുജൂദ് ചെയ്യൂല അല്ലാഹ്. ആ സമയത്ത് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്, ആ സമയത്ത് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട് നബിയേ. രണ്ടാമതായിട്ട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ സുഖം കൊണ്ട് നിനക്കപ്പെട്ടതായ സ്വർഗമുണ്ടല്ലോ, പാലരുവേക്കാളും തേനരുവേക്കാളും എല്ലാമുള്ള സുഖലോല സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട് യാ റസൂലല്ലാഹ്. മൂന്നാമതായിട്ട് എവിടെയാണ് കരഞ്ഞു പോയതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോൾ അവിടുന്ന് ശൈത്താൻ പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ്, പിന്നെ എവിടെയാണ് കരഞ്ഞു പോയതെന്നറിയുമോ? പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്ത് ഇറങ്ങിയപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഉണ്ടല്ലോ, ആ സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോൾ ഞാൻ കരഞ്ഞു പോയി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4ാമത്തെ അവസരം ചോദിക്കുകയാണ്. അവിടുന്ന് ചോദിക്കുകയാണ്, 4ാമത് നീ എവിടെയെന്നാണ് കരഞ്ഞു പോയത്? അവിടുന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങ് സൃഷ്ടിച്ചപ്പോൾ, അങ്ങ് ഭൂമി ലോകത്തേക്ക് ഭൂജാതനായപ്പോൾ, അല്ലാഹു ഈ ലോകത്തേക്ക് ഭൂജാതനാക്കിയപ്പോൾ ഞാൻ കരഞ്ഞു പോയി നബിയേ, ഞാൻ കരഞ്ഞു പോയി നബിയേ. ഇന്ന് നമ്മ ഉമ്മമാരെല്ലാം പ്രസവിക്കുന്ന സമയത്തോ, ഉമ്മമാരെല്ലാം പ്രസവിക്കുന്ന സമയത്തോ നമ്മുടെ പൊന്നുമക്കളെ കരയുന്നുണ്ടല്ലോ, എന്നാൽ ഉമ്മ കരയുന്നില്ല, വാപ്പ കരയുന്നില്ല, കുടുംബക്കാര് കരയുന്നില്ല. അവരെല്ലാവരും വലിയ സന്തോഷത്തിലാണോ? പൊന്നുമോന് ജനിച്ചതിന്റെ കാരണത്താൽ നല്ല സന്തോഷത്തിലാണോ? എന്നാ ആ കുട്ടിയുടെ വലത് ചെവിയിൽ പങ്കുകൊടുക്കുന്നു.
ഇഖാമത്ത് കൊടുക്കുന്നു. നമുക്ക് ഏത് കുട്ടി ജനിച്ചാലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ജനിച്ചാൽ ആ കുട്ടി ആദ്യം അല്ലാഹുവിന്റെ പേര് കേൾക്കണമെന്നുള്ള ആ ഒരു ഉറച്ചതായ തീരുമാനത്തോട് അതാ നമ്മൾ വലത് ചെവിയിൽ വാങ്ങും, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കുന്നു. എന്നാ ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലത് ചെവിയിൽ വാങ്ങും ഇഖാമത്തും, വലത് ചെവിയിൽ വാങ്ങും, ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുത്തില്ല. നമ്മുടെ മക്കളൊക്കെ ചെവിയിൽ വാങ്ങു കൊടുത്തില്ലേ? എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വാങ്ങു കൊടുത്തില്ല. എന്തേ കാരണം എന്നറിയുമോ? അതിന്റെ ആവശ്യം വന്നില്ല, അതിന്റെ ആവശ്യം വന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തേക്ക് പൂജാതനായപ്പോൾ അവിടുന്ന് പറയുകയാണ്, അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതൻ വഅസീലാ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ഭൂമി ലോകത്തേക്ക് വരുമ്പോൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലത് ചെവിയിൽ വാങ്ങും, ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. ഈ രംഗം കണ്ട് ശൈത്താൻ പോലും കരഞ്ഞുപോയി എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അവിടുന്ന് അത്ഭുതമായ 3 കുട്ടികൾ പറഞ്ഞു തരുന്നുണ്ട്. 11 കുട്ടികളെ പറഞ്ഞു തരുന്നുണ്ട്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ സംസാരിച്ചതായ, ചെറുപ്രായത്തിൽ തന്നെ സംസാരിച്ചതായ 11 കുട്ടികളെ കുറിച്ച് ചരിത്രം അവിടുന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമതാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ ഭൂമി ലോകത്തേക്ക് വരുമ്പോൾ, ഈ ഭൂമി ലോകത്തേക്ക് ഭൂജാതനായപ്പോൾ സംസാരിച്ചു കൊണ്ടുവന്ന അത്ഭുത ബാലനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത്ഭുതം കാണിച്ച ഒന്നാമത്തെ ആളാണ് അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. രണ്ടാമത്തത് ആരെന്നറിയുമോ? മഹാനായ യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അവിടുത്തെ ചരിത്രം നമുക്ക് മുന്നിൽ സുപരിചിതമാണ്. സുജൂദിൽ കിടന്ന് കരഞ്ഞ് കണ്ണുനീര് വീണ് അവിടെ പുല്ല് മുളച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അവിടുന്ന് സുജൂദിൽ കിടന്നുകൊണ്ട് കരയുകയാണ്. എന്നിട്ട് അവിടെ അതാ പുല്ല് മുളച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. 3 വയസ്സാകും മുമ്പേ ഒരു പ്രവാചകൻ നോക്കിയ 3 വയസ്സ് എന്ന് പറയുമ്പോ ശരിക്കും സംസാരിക്കാൻ കഴിവുള്ള സമയമാണോ? പക്വതയോടെ സംസാരിക്കാനുള്ള സമയമാണോ? മഹാനായ നബി അലൈഹിസ്സലാത്തു വസ്സലാം 3 വയസ്സാകുമ്പോൾ തന്നെ ഒരു പ്രവാചകനെ നോക്കിയിട്ട് പറയുകയാണ്, അഷ്ഹദു അന്നക അബ്ദുല്ലാഹി വറസൂലുഹു. നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനും അടിമയുമാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനും അടിമയുമാണെന്ന് ചെറുപ്രായത്തിൽ തന്നെ ഒരു പ്രവാചകനെ നോക്കിയിട്ട് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. അത്ഭുതമല്ലേ പ്രിയമുള്ളവരെ, അത്ഭുതമല്ലേ? 3 വയസ്സെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പ്രായമാണല്ലോ, സംസാരിക്കാനുള്ള പക്വതയില്ലല്ലോ. മൂന്നാമതായിട്ട് ആരെന്നറിയുമോ? മഹദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ. പരിശുദ്ധമായ ഖുർആനിൽ പേര് പറഞ്ഞ മഹദിയല്ലേ, പരിശുദ്ധമായ ഖുർആനിൽ പേര് പറഞ്ഞ വനിതയല്ലേ മഹദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ. അവിടുത്തെ ഉമ്മയാരെന്നറിയുമോ? ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല അൻഹാ. അവിടുന്ന് ഒരുപാട് വർഷങ്ങൾ മക്കളില്ലാതിരുന്നപ്പോ ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിനോട് പറയുകയാണ്, യാ റസൂൽ യാ അല്ലാഹ്, എനിക്കൊരു പൊന്നുമോനെ തന്നാ
എനിക്കൊരു പൊന്നുമോനെ തന്നാൽ അല്ലാഹുവിന്റെ പള്ളിക്ക് ഞാൻ നേർച്ചയാക്കുന്നു. എനിക്കൊരു പൊന്നുമോനെ തന്നാൽ അല്ലാഹുവിന്റെ പള്ളിക്ക് ഞാൻ നേർച്ചയാക്കുന്നു അല്ലാഹ്. അതുകൊണ്ട് എനിക്കൊരു പൊന്നുമോനെ നൽകണം അല്ലാഹു പ്രാർത്ഥന കേൾക്കുകയാണ്. ഹന്നത്ത് ബീബിയുടെ പ്രാർത്ഥന അല്ലാഹു കേൾക്കുകയാണ്. അവിടുന്ന് ഗർഭം ധരിക്കുകയാണ്. അവിടുന്ന് 9 മാസം കഴിഞ്ഞപ്പോ ഒരു കുട്ടിക്ക് ജന്മം നൽകുകയാണ്. അതാ ഹന്നത്ത് ബീബി ദുആ ചെയ്തതെന്താണ്? എനിക്കൊരു പൊന്നുമോനെ തന്നാൽ പള്ളിക്ക് ഖാദിമാക്കാൻ, നിന്റെ പള്ളിക്ക് സേവകനായി ഞാൻ നേർച്ചയാക്കുന്നു അല്ലാഹ്. ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ പ്രസവിച്ചപ്പോ അത് പെൺകുഞ്ഞായിരുന്നു. വലൈസ ദകറ വൽ ഉൻസാ, ആണും പെണ്ണും ഒരുപോലെയല്ലല്ലോ. ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് അല്ലാഹുവിനോട് പറയുകയാണ്, ഞാൻ പറഞ്ഞത് ആണിനെ തരാനാണോ? ആണിനെ തന്നാൽ അല്ലാഹുവിന്റെ പള്ളിക്ക് നേർച്ചയാക്കി എന്നാണ്. എന്നാൽ വഖഫലഹാ സകരിയൽ മിഹ്റാബ്. അങ്ങനെ അതാ ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ അതാ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ആ പൊന്നുമോളെ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കുട്ടിയെ ഏറ്റെടുക്കുകയാണ്, താമസിക്കുകയാണ്. അതാ മിഹ്റാബിന്റെ സ്ഥാനത്ത് അതാ താമസിപ്പിക്കുകയാണ്. അങ്ങനെ അതാ ഒരിക്കൽ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അടുത്ത് വന്നപ്പോൾ അവിടെ ഒരു പഴം കാണുകയാണ്. ആ റൂമിൽ പഴങ്ങൾ കാണുകയാണ്. എന്താണ് ആ പഴത്തിന്റെ പവർ എന്നറിയുമോ? ആ കാലത്ത് കിട്ടാത്ത പഴങ്ങളാണ്. ആ കാലത്ത് കിട്ടാത്ത പഴങ്ങളാണ്. നമ്മുടെ നാടുകളിൽ എല്ലാ പഴങ്ങളും ഉണ്ടാകുന്നത്. മാങ്ങ ഉണ്ടാകുന്നുണ്ട്, ഓറഞ്ച് ഉണ്ടാകുന്നുണ്ട്, ചക്ക ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ അതിൻ്റെതായ സമയമുണ്ടല്ലോ. എല്ലാ സമയത്തും ഉണ്ടാവുകയില്ലല്ലോ, അതിൻ്റെതായ സമയങ്ങളുണ്ടല്ലോ. മറിയം ബീബി റളിയല്ലാഹു തആല അൻഹയുടെ റൂമിലേക്ക് കയറി വന്നപ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടത് ആ സമയത്തെ ആ കാലത്തിലില്ലാത്ത പഴങ്ങളാണ്. അവിടുന്ന് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീബിയോട് ചോദിക്കുകയാണ്, എവിടുന്നാണ് ഈ പഴങ്ങൾ കിട്ടിയത്? എവിടുന്നാണ് ഈ പഴങ്ങൾ കിട്ടിയത്? അവിടുന്ന് പറയുകയാണ്, വജദ ഇൻദഹാ റിസ്ഖാ, ഇതെനിക്ക് അല്ലാഹു നൽകിയതാണ്, ഇതെനിക്ക് അല്ലാഹു നൽകിയതാണ്, ഇതെനിക്ക് അല്ലാഹു നൽകിയതാണെന്ന് പറയുകയാണ്. അവിടുന്ന് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹ് എനിക്ക് നീ സ്വാലിഹായ മക്കളെ നൽകണം അല്ലാഹ്, കണ്ണിന് കുളിർമയേകുന്ന മക്കളെ നൽകണം അല്ലാഹ്, ദീനിനും ദുനിയാവിനും ആഖിറത്തിനും ഉപകാരമുള്ള സ്വാലിഹായ മക്കളെ നൽകണം അല്ലാഹ്. നാലാമത്തതാരെന്നറിയുമോ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് മരുഭൂമിയിൽ നടക്കുകയാണ്. മരുഭൂമിയിൽ നടന്നു പോകുമ്പോൾ ചെറുപ്രായത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ മരുഭൂമിയിലൂടെ നടന്നു പോവുകയാണ്. അവിടുന്ന് അതാ കാല് തെറ്റി എന്ന് വീഴുകയാണ്. വീട്ടിൽ ഇരുന്നുകൊണ്ട് അതാ കുഞ്ഞു പറയുകയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ പറയുകയാണ്, സംസാരിക്കാൻ പ്രായമാകാത്ത സമയത്ത് പറയുകയാണ്, ഈ ദിക്റിന്റെ മഹത്വം എന്തെന്നറിയുമോ? ഈ ദിക്റിന്റെ മഹത്വം എന്തെന്നറിയുമോ? ആരെങ്കിലും അതാ ഈ നിസ്കാരമുണ്ടല്ലോ, സുബഹി നിസ്കാരമുണ്ടല്ലോ, സുബഹി നിസ്കാര സമയത്ത് ആ സലാം വീട്ടിയ സമയത്ത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു
33 വട്ടം അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഈ ദിക്ർ ചൊല്ലിയാൽ അവിടുന്ന് ചരിത്രം പറയുകയാണ് അവനിക്ക് ഉംറ ചെയ്ത കൂലിയുണ്ട്, അവനിക്ക് ഒരു ഉംറ ചെയ്ത കൂലിയുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എല്ലാ ദിവസവും സുബഹി നിസ്കരിക്കുന്നവരാണല്ലോ, സുബഹി നിസ്കരിക്കുന്നവരാണല്ലോ. നമ്മുടെ മേലിൽ സുബഹി നിർബന്ധമാണല്ലോ, സുബഹി നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. 5 വക്ത് നിസ്കാരം നമ്മുടെ മേലിൽ നിർബന്ധമായ കാര്യമാണല്ലോ. അതൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റാത്തതാണല്ലോ. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ആ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ, സുബഹിയുടെ നിസ്കാരം കഴിഞ്ഞ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ഇത് പറഞ്ഞാൽ അവനിക്ക് ഉംറ ചെയ്ത കൂലി